രാജ്യത്തെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യുന്ന അതീവ ഗുരുതരമായ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വോട്ടർ പട്ടിക പുതുക്കൽ നടപടികളിൽ വ്യാപകമായ തിരിമറികളും ക്രമക്കേടുകളും നടക്കുന്നുണ്ടെന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് ഒരു മുതിർന്ന ഉദ്യോഗസ്ഥ രാജിവെച്ചിരിക്കുകയാണ്. പശ്ചിമ ബംഗാളിലെ ഹൗറ ജില്ലയിലെ അസിസ്റ്റന്റ് ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസറായ മൗസ്മി സർക്കാരാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടികളിൽ പ്രതിഷേധിച്ച് സർവീസിൽ നിന്നും രാജിവെച്ചത്. വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ മറവിൽ രാജ്യത്തെ വലിയൊരു വിഭാഗം ജനങ്ങളുടെ വോട്ടവകാശം ഇല്ലാതാക്കാൻ ബോധപൂർവമായ ശ്രമം നടത്തുന്നു എന്നതാണ് ഇവർ ഉയർത്തുന്ന പ്രധാന ആരോപണം. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ SIR അഥവാ സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ എന്ന നടപടിക്രമങ്ങളിലെ സുതാര്യത ഇല്ലായ്മയെക്കുറിച്ചാണ് മൗസ്മി സർക്കാർ തന്റെ രാജിക്കത്തിൽ അക്കമിട്ട് നിരത്തുന്നത്. കഴിഞ്ഞ ജനുവരി 8-നാണ് ഇവർ തന്റെ രാജിക്കത്ത് സമർപ്പിച്ചത്. വോട്ടർ പട്ടിക പുതുക്കുന്നതിന്റെ ഭാഗമായി രാജ്യത്തെ വോട്ടർമാരോട് കാണിക്കുന്ന ക്രൂരതയിൽ തനിക്ക് പങ്കാളിയാകാൻ കഴിയില്ലെന്നും ഈ പാപഭാരം പേറാൻ വയ്യാത്തതുകൊണ്ടാണ് താൻ പടിയിറങ്ങുന്നതെന്നും അവർ വ്യക്തമാക്കുന്നു. ഉദ്യോഗസ്ഥ ഉന്നയിക്കുന്ന സാങ്കേതികമായ തിരിമറികൾ പ്രത്യേകം ശ്രദ്ധ ചെലുത്തേണ്ടുന്ന വസ്തുതകളാണ്. 2002-ൽ നടന്ന വോട്ടർ പട്ടിക പുതുക്കൽ സമയത്ത് പേരുകളിലും വിലാസങ്ങളിലും അക്ഷരത്തെറ്റുകൾ ഉൾപ്പെടെ നിരവധി പിഴവുകൾ സംഭവിച്ചിരുന്നു. ഇത് തിരുത്തുന്നതിനായി വോട്ടർമാർ ഫോം 8 പൂരിപ്പിച്ച് നൽകുകയും വോട്ടർ പട്ടികയിൽ ആവശ്യമായ തിരുത്തലുകൾ വരുത്തുകയും ചെയ്തതാണ്. എന്നാൽ ഇപ്പോൾ നടക്കുന്ന പരിഷ്കരണ നടപടികളിൽ തിരുത്തിയ വിവരങ്ങൾ പൂർണ്ണമായും അവഗണിച്ചുകൊണ്ട് 2002-ലെ പഴയ പിഴവുകൾ നിറഞ്ഞ വിവരങ്ങൾ തന്നെ പട്ടികയിലേക്ക് തിരികെ കയറ്റുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ ചെയ്യുന്നത്. ഇത്തരത്തിൽ വോട്ടർ പട്ടികയിൽ പഴയ തെറ്റുകൾ വീണ്ടും ആവർത്തിക്കുമ്പോൾ വലിയൊരു സാങ്കേതിക പ്രശ്നമാണ് ഇവിടെ സൃഷ്ടിക്കപ്പെടുന്നത്. അതായത് ഒരു പൗരന്റെ കയ്യിലുള്ള തിരിച്ചറിയൽ രേഖയിലെ വിവരങ്ങളും വോട്ടർ പട്ടികയിലെ വിവരങ്ങളും തമ്മിൽ പൊരുത്തക്കേടുകൾ ഉണ്ടാകുന്നു. ഈ പൊരുത്തക്കേടുകൾ ചൂണ്ടിക്കാട്ടി ലക്ഷക്കണക്കിന് ആളുകളെ പട്ടികയിൽ നിന്ന് പുറത്താക്കാൻ കമ്മീഷന് എളുപ്പത്തിൽ സാധിക്കുന്നു. ഡിജിറ്റൽ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഇത്തരത്തിൽ വോട്ടർമാരെ കണ്ടെത്തി നീക്കം ചെയ്യാനാണ് ഇപ്പോൾ ശ്രമം നടക്കുന്നത്. പല വോട്ടർമാരുടെയും പേരിന് പകരം വെറും 2 അക്ഷരങ്ങൾ മാത്രം രേഖപ്പെടുത്തി വോട്ടർ പട്ടിക അശാസ്ത്രീയമായി പരിഷ്കരിച്ച സംഭവങ്ങളും മൗസ്മി സർക്കാർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. മറ്റൊരു പ്രധാന ആരോപണം വോട്ടർ പട്ടിക പുതുക്കുന്നതിനായി കമ്മീഷൻ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറുകളെ കുറിച്ചാണ്. SIR നടപടികൾ പകുതി വഴി എത്തിയ ശേഷമാണ് കമ്മീഷൻ സോഫ്റ്റ്വെയർ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. സാധാരണ ഏതൊരു സുപ്രധാന പ്രൊജക്ടിനും മുന്നോടിയായി സോഫ്റ്റ്വെയറുകൾ പലതവണ പരീക്ഷണങ്ങൾക്കും പരിശോധനകൾക്കും വിധേയമാക്കാറുണ്ട്. എന്നാൽ ഇവിടെ അത്തരം സുതാര്യമായ നടപടികൾ ഉണ്ടായിട്ടുണ്ട് എന്നതിന് വ്യക്തമായ ഉത്തരം കമ്മീഷന്റെ ഭാഗത്തൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ബംഗാളിൽ മാത്രം വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി ഏകദേശം 1,31,00,000 വോട്ടർമാരുടെ പേര് സംശയാസ്പദമായ പട്ടിക എന്ന ഗണത്തിലേക്ക് മാറിയതായി നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എന്നാൽ വ്യാപകമായ പ്രതിഷേധം ഉയർന്നപ്പോൾ ഈ കണക്കുകൾ പിന്നീട് ഗണ്യമായി കുറയ്ക്കുകയാണ് ഉണ്ടായത്. ഈ കണക്കുകളിലെ ഏറ്റക്കുറച്ചിലുകൾ SIR നടപടിക്രമങ്ങളിലെ ദുരൂഹതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. വോട്ടർമാരുടെ പേരുകൾ കൂട്ടത്തോടെ ഒഴിവാക്കാൻ സോഫ്റ്റ്വെയറുകൾക്ക് പ്രത്യേക നിർദ്ദേശങ്ങൾ നൽകാൻ സാധിക്കുമെന്നത് ഈ വെളിപ്പെടുത്തലിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുമുണ്ട്. ഉദാഹരണത്തിന് ഒരു പ്രത്യേക വിഭാഗത്തിന്റെ കുടുംബ പേരോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പൊതുവായ വിവരങ്ങളോ ഉപയോഗിച്ച് അവരെ മാത്രം ലിസ്റ്റിൽ നിന്ന് വേർതിരിച്ചെടുക്കാൻ സാധിക്കും. പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹങ്ങളെയും ന്യൂനപക്ഷ വിഭാഗങ്ങളെയും ലക്ഷ്യം വെച്ചുള്ള ഇത്തരം നീക്കങ്ങൾ ജനാധിപത്യത്തിന്റെ അടിത്തറ ഇളക്കുന്നതാണെന്ന് ഉദ്യോഗസ്ഥ തന്റെ രാജിക്കത്തിൽ പറയാതെ പറയുന്നുണ്ട്. രാജ്യത്തെ പൗരന്മാരുടെ മൗലിക അവകാശമായ വോട്ടവകാശം സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വമുള്ള സ്ഥാപനമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. എന്നാൽ ആ സ്ഥാപനത്തിനുള്ളിൽ തന്നെ പ്രവർത്തിക്കുന്ന ഒരു ഉദ്യോഗസ്ഥ നേരിട്ട് വന്ന് ഇത്രയും വലിയ അട്ടിമറികളെ കുറിച്ച് സംസാരിക്കുമ്പോൾ അത് നിസ്സാരമായി കാണാൻ കഴിയില്ല. ഒരു ഉത്തരവാദിത്വപ്പെട്ട പൗരൻ എന്ന നിലയിൽ വോട്ടർമാരെ ചതിക്കാൻ തനിക്ക് താല്പര്യമില്ലെന്നും അതുകൊണ്ടാണ് തന്റെ ഉദ്യോഗം രാജിവെക്കുന്നതെന്നും മൗസ്മി സർക്കാർ വ്യക്തമാക്കുന്നു. ജ്ഞാനേഷ് കുമാർ ഉൾപ്പെടെയുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഭാരവാഹികളുടെ കീഴിൽ നടക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ വരും ദിവസങ്ങളിൽ വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെക്കുമെന്ന് ഉറപ്പാണ്. എന്നിരുന്നാലും ഇത്രയും ഗൗരവകരമായ വാർത്ത ദേശീയ മാധ്യമങ്ങളടക്കം എന്തുകൊണ്ട് മറച്ചുവെക്കുന്നു എന്നുള്ളതും വളരെ പ്രസക്തമായ ചോദ്യമാണ്.